യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങളൊക്കെ CPM എന്ന പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്താണ്? ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് സംഘടനാപരമായ അച്ചടക്കമുള്ളൊരു പാർട്ടി, ആ പാർട്ടിക്ക് ഭരണം കിട്ടുന്നുവെന്ന് മാത്രമല്ല, ആ പാർട്ടിയെ ശക്തിപ്പെടുത്തിയ അതിൻ്റെ ബഹുജനാടിത്തറ വിപുലപ്പെടുത്താൻ സഹായകരമായ തുടർഭരണവും കിട്ടുകയാണ്. ഇത് അസാധാരണമാണ്. കേരളത്തിൽ CPM-നെ സംബന്ധിച്ച് അത് ആദ്യത്തെ സംഭവവുമാണ്. അങ്ങനെ അത്രയും കരുത്തോടെ വന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അടിപതറേണ്ടി വരുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ അതിന് നേരിടേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകമായൊരു പ്രതികൂലാവസ്ഥയായിരിക്കാം. തന്ത്രപരമായി അതിനെ മറികടക്കുകയും ചെയ്യാം. അങ്ങനെ സംഭവിക്കുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ബഹുജനാടിത്തറ തന്നെ തകർന്നു പോവുക, പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ BJP-യിലേക്ക് ഒഴുക്കുണ്ടാവുക, ഇതെല്ലാം വലിയ ആശങ്കയോടെ കണ്ടുകൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതിൽ ഈ പാർട്ടി സമ്മേളനങ്ങൾ ഒരു വലിയ തിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കമാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ RSSൻ്റെ ആലയത്തിലാണ് പിണറായി വിജയൻ്റെ സ്വസ്ഥതയിരിക്കുന്നത് എന്ന അവസ്ഥ വരുന്നത്. അതൊരു വലിയ രാഷ്ട്രീയമായ പ്രതിസന്ധിയേക്കാൾ അപ്പുറത്ത് അത് ഇതിൻ്റെ CPM-മായി ബന്ധപ്പെട്ട പ്രത്യയശാസ്ത്രപരമായൊരു പ്രതിസന്ധിയാണ്. പ്രത്യയശാസ്ത്രത്തിൻ്റെ ദാഢ്യത്തിൽ മാത്രം നിൽക്കുന്നൊരു പ്രസ്ഥാനമാണിത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ് അതിൻ്റെ സംഘടനാ ശരീരം. ഈ പറയുന്ന ബ്രാഞ്ച് മുതൽ PB വരെയുള്ള അതിൻ്റെ സംഘടനാ സംവിധാനം, അതിൻ്റെ മൂലക്കല്ലാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. പലരും പറയുന്നത് പോലെ CPM-ന്റെ അന്തകനായി പിണറായി നിൽക്കുകയാണോ എന്നുപോലും സംശയം വരുന്ന അത്ര വലിയ പ്രതിസന്ധിയാണ് അത് ഉണ്ടാക്കുന്നത്. വിജയകുമാർ, ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കക്കാരനായ PV അൻവറിനോട് ആരാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ചോദിച്ചപ്പോൾ അന്ന് അൻവർ പറഞ്ഞത് സർവശക്തനായ ദൈവം മാത്രമേ എനിക്ക് പിന്നിലുള്ളൂ. ആ സമയത്ത് പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു പാർട്ടിക്കകത്തെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടായതെന്നും അതിന് PV അൻവറിന് കരുത്തു പകരുന്ന ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ച ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നൊക്കെ. അതൊക്കെ മാഞ്ഞു പോയി ഇപ്പോൾ പാർട്ടി ഈ വിവാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, ഒഴിഞ്ഞു നിൽക്കുന്നു. CPI വിമർശനം ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു, ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. അപ്പോൾ പാർട്ടിക്ക് ഒരു BJP വിരുദ്ധത പറയുന്ന, ന്യൂനപക്ഷ സംരക്ഷണം പറയുന്ന പാർട്ടിക്ക് ഇത് ന്യായീകരിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. അപ്പോൾ അൻവറിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ട് എന്ന് ഇതുവരെയുള്ള സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയാണോ? സാധാരണ ഈ CPM-ന്റെ സമ്മേളന കാലങ്ങളിൽ ഒരിക്കലും ഒരു വിവാദം, ഒരു ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലേക്ക് ബോധപൂർവമായ ചർച്ച പാർട്ടി നടത്താറില്ല, പാർട്ടി മുൻകൈയെടുത്ത് നടത്താറില്ല. അപ്പോൾ ഇപ്പോൾ അത്തരം ഒരു ചർച്ച ഒരു CPIM അല്ലെങ്കിൽ ഒരു ഭരണപക്ഷ MLA-യുടെ ഭാഗത്തുനിന്ന് CPM-മായി ഇത്രയും അടുപ്പമുള്ള ഞാൻ പാർട്ടിക്കാരനാണ് എന്ന് സ്വയം പറഞ്ഞിരുന്ന PV അൻവറിനെ പോലെ ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ആ സംശയമുണ്ടാകും. ഇവിടെ നേരത്തെ നമ്മൾ കുറി ചർച്ച ചെയ്തതാണ്, പാർട്ടിയിൽ നടക്കുന്ന ആഭ്യന്തര ചർച്ചകളുടെയൊക്കെ ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണോ അൻവറിൻ്റെ ഈ വിമർശനം? അൻവറിന് പിന്നിൽ പാർട്ടിയിലെ ഒരു വിഭാഗമായിരിക്കില്ല? അങ്ങനെ അത്തരം സംശയം ഈ ഘട്ടത്തിലും പൂർണ്ണമായി മാഞ്ഞുപോയി എന്നൊന്നും കരുതാൻ കഴിയില്ല. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ ദുർബലമായ ഒരു മറുപടിയാണ്. അൻവറിന് പിന്നിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അൻവറിന് പിന്നിൽ അൻവർ എന്ന് പറഞ്ഞൊഴിയുകയാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പോലും അതിലെന്തെങ്കിലും ഒരു വിശദീകരണം നൽകണമെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് ഈ മൗനം വെടിയണം. മുഖ്യമന്ത്രി ആ മൗനം വെടിയാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് പാർട്ടി അവിടെ പ്രതിരോധത്തിലാകുന്നത്. ഒരുപക്ഷെ ഈ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തി കഴിഞ്ഞാൽ സെക്രട്ടറിക്ക് കുറെ കൂടി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമായിരിക്കും.